ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലഡാക്ക് ട്രിപ്പിന്റെ രണ്ടാമത്തെ ഡേ കൺഫ്യൂഷനോട് കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ വണ്ടിയെല്ലാം ലോഡ് ചെയ്തതിനു ശേഷം ഫുഡ് കഴിക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അതിനുശേഷം വന്നൊരു കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഹൈദരാബാദ് പോകേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു എക്സ്പ്രസ് വേ, ഈ മാപ്പിനകത്ത് കാണിക്കുന്ന എക്സ്പ്രസ് വേ ബൈക്ക് അലൗഡ് അല്ലായിരുന്നു. സോ അതിന്റെ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതിനുശേഷം ഇന്റർകോം കണക്ട് ആവാത്തതിന്റെ ടെൻഷൻ വേറെ ഉണ്ടായിരുന്നു. രാവിലാണ് ഈ ഇന്റർകോം കാര്യങ്ങളും ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അവനെ കൊണ്ടൊന്നും സാധിച്ചില്ല. അതില് സഞ്ജയ് വളരെ വളരെ ദേഷ്യത്തിലാണ്. ലാസ്റ്റ് മാപ്പ് ശരിയാവുന്നത് വരെ എല്ലാരും കോൺ കോളിൽ സംസാരിക്കാൻ സഞ്ജയുടെ വക ഓർഡർ. എനിക്ക് കിട്ടും. രാവിലെ കേക്കണ്ട ഹലോ രാവിലെ അങ്ങനെ കോൺ കോളും കണക്ട് ചെയ്ത് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു എക്സ്പ്രസ് വേ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ബൈക്ക് കടത്തിവിടില്ല. അതായിരുന്നു ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. സോ അതുവരെ ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. എനിക്ക് ലെഫ്റ്റിലെ ഹൈവേയിൽ പോകാനാണ് കാണിക്കുന്നത്. ഇത് ഹൈവേ ആണ്ടാ, എക്സ്പ്രസ് വേ ആണ്. ഇത് എക്സ്പ്രസ് വേ ആണ്. എന്ത് ചെയ്യണം? ഇത് എക്സ്പ്രസ് വേ ആണ്. എന്ത് ചെയ്യണം? ഇതടാ ഈ കാണുന്നത് എക്സ്പ്രസ് വേ ആണ്. ഓടാ. എങ്ങനെയും ആ ഹൈവേ വഴി പോകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വണ്ടി ഒന്ന് ആ വഴിക്ക് തിരിച്ചു. പക്ഷെ തിരിച്ച ഉടനെ ആ വാണിംഗ് ബോർഡ് കണ്ടു, 2 വീലറും 3 വീലറും അലൗഡ് അല്ല എന്നുള്ളത്. കണ്ടു. അപ്പൊ മാപ്പ് എന്ത് ചെയ്യും? അതന്നെ നല്ലത്. തിരിക്ക്. അങ്ങനെ ഒരു ബോർഡ് കണ്ടതും ഓട് മോനെ കണ്ടം വഴി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി തിരിച്ചുകൊണ്ട് ഒറ്റ ഓട്ടോ കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹെവി ആയിട്ടുള്ള ഫൈനാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ഹെവി ഫൈൻ കൊടുക്കാനൊന്നും നമ്മുടെ അടുത്ത് ബഡ്ജറ്റ് ഇല്ലപ്പാ. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലഡാക്ക് ട്രിപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഴി കൺഫേം ചെയ്യട്ടെ ആദ്യം. രണ്ട് മണിക്കൂർ. അതന്നെ പറഞ്ഞത്. അത് നമുക്ക് കാണിക്കണ്ട്. സാരമില്ല, വിട്. അത് സാരമില്ല, സീനില്ല. അത് നമുക്ക് മാറ്റാം. ഓക്കെ, സൈറ്റ് തന്നെ കേട്ടാ. കോള് കണക്റ്റിൽ തന്നെ ഇരിക്കണ. അങ്ങനെ ചിറ്റൂർ എന്ന സ്ഥലത്തിലോട്ട് പോവാന്ന് വെച്ചിട്ട് മാപ്പ് സെറ്റ് ചെയ്തു, റൈഡ് തുടർന്നു. സംഭവം കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നെങ്കിലും വൈബിന് ഒരു കുറവുമില്ല കേട്ടോ. ആരും പേടിക്കണ്ട, അതെനിക്ക് വൈബ് കൂടിയതിന്റെ ഒരു ചെറിയ സൈഡ് എഫക്റ്റ് ആണ്. ഓ, ഇതിനെയൊക്കെ എന്തുവാ ഗൈസ് പറയേണ്ടത്? ആ സൺറൈസ് ഒന്ന് കണ്ടേ. ആ സൺറൈസും ഈ ഹൈവേയും ഈ റോഡും തമ്മിലുള്ള ഒരു സിങ്ക് നോക്കി. ഇതിനകത്ത് നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഒരു വൈബ് നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്രമാത്രം വൈബാണ് നമുക്കത് തരുന്നത് അല്ലേ? ആ വൈബ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കുളമായിട്ട് പാടിയ പാട്ട്. എനിക്കറിയാം നല്ല കുളമായിരുന്നെന്ന്, ചളിയായിരുന്നെന്ന്. പക്ഷെ ഞാനത് കട്ട് ചെയ്യാതെ വെച്ചത് ഞാൻ എന്ത് വൈബ് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സഞ്ജയ് കാലത്ത് മുതലേ കലിപ്പിലാണ്. ഇപ്പൊ നല്ല ഹോട്ടൽ കിട്ടിയില്ല, അവിടെ നിർത്തിയില്ല എന്നതാണ് കംപ്ലൈന്റ്. ഇന്നലെ നൈസായിട്ട് പതിനോട്ടാൻ പോയപ്പോ 2-3 പാക്കറ്റ് കുക്കർ എടുത്ത് തന്നു പൈസ കൊടുത്ത്. നമുക്കുണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റും കൂടെ റൈഡ് ചെയ്യുന്നവരുടെ ഒരു എക്സൈറ്റ്മെന്റും തമ്മിൽ സിങ്ക് ആവുമ്പോഴാണ് ഒരു വൈബ് ക്രിയേറ്റ് ആവുന്നത്. അത് ഞങ്ങൾക്കിടയിൽ എപ്പോഴും ഉണ്ട്.
ഫുഡെല്ലാം അടിച്ച് ഞങ്ങൾ വീണ്ടും റൈഡ് ആരംഭിച്ചു. ഫുൾ വൈബിലാണ്. ഫുൾ പറഞ്ഞാൽ ഫുൾ വൈബിലാണ്. പാട്ട് പാടുന്നു, കളിക്കുന്നു, ഫോൺ കോൾ ഇടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ സേഫ് ആയിട്ട് തന്നെയാണ് റൈഡ് ചെയ്യുന്നത്. സേഫ്റ്റി കീസ് എല്ലാം വെയർ ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ എപ്പോഴും 100-120 കിലോമീറ്റർ ഗ്യാപ്പിനകത്ത് ചെറിയ ബ്രേക്ക് എടുക്കാറുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്തു. ഹലോ ഗായ്സ്, രണ്ടാമത്തെ ദിവസം മൂഞ്ചി ഗായ്സ്, വീണ്ടും ഗായ്സ്. ഇപ്പൊ പറഞ്ഞതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാൻ റെസ്റ്റ് എടുക്കുന്ന ഗ്യാപ്പിൽ ഒരു 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി റോഡിന്റെ ആ സൈഡിലോട്ട് പോയി വണ്ടിനെ കൊണ്ട് തള്ളിയിട്ടു. ഇന്നലെ പഞ്ചർ, ഇന്ന് വീണു. ഒരാവശ്യമില്ലായിരുന്നു, പക്ഷെ പണി എരന്ന് വാങ്ങി. വണ്ടി കൊണ്ട് തള്ളിയിട്ടതിന്റെ ഒരു അഹങ്കാരമൊന്നും രാഹുലിന്റെ മുഖത്തില്ലായിരുന്നു. സോ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ മുതൽ ചൂടത്ത് നിൽക്കുന്ന സഞ്ജയനെ ഒന്ന് തണുപ്പിക്കാൻ എന്റെ വക ഒരു ശ്രമം. വെറുതെ പറയലല്ലോ ഗൈസ്, ആ ശ്രമം വിജയിച്ചു. സഞ്ജയ് കൂളാണ്. നേരെ ചെന്നത് രാഹുലിന്റെ അടുത്താണ്. രാഹുലിന് വണ്ടി വീണതിന്റെ സങ്കടം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതൊന്നുമില്ല. രാഹുൽ ഓണാണ്, ഫുൾ വൈബിലാണ്. ഇനിയുള്ളത് ഇർഫാനാണ്. ഞാൻ ഇർഫാന്റെ അടുത്ത് പോയതും അവന് പരാതികളില്ല, പരിഭവങ്ങളില്ല, ഒന്നുമില്ല. ആശാൻ ഫുൾ വൈബിലാണ്. പിന്നെ ഇർഫാൻ ഒരു കൊച്ചുചെറുക്കനാട്ടോ, ഒരു 19 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ വൈബായി നിൽക്കുന്ന സമയത്ത് ഓബിയസ്ലി നമ്മളും അതിന്റെ കൂടെ വൈബ് ആവുമല്ലോ. സോ ഒന്നാമത് നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഇവരെല്ലാം നല്ല വൈബിലാണ്. പിന്നെ ദേ ഇതുപോലൊരു കാഴ്ച. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ 1-2 തവണയേ വരത്തുള്ളൂ. അപ്പോൾ അത് മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇത്രയും ഫുൾ എൻജോയ്മെന്റിൽ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് കിലോമീറ്ററുകൾ കടന്നു പോകുന്നത് നമുക്ക് അറിയാനേ സാധിക്കില്ല. അങ്ങനെ ഒരു 120 കിലോമീറ്റർ കൂടെ കടന്നു പോയപ്പോൾ ഞങ്ങൾ അടുത്ത ബ്രേക്കിനുള്ള തയ്യാറെടുപ്പിലായി. ഈ ബ്രേക്കിനകത്ത് ഞങ്ങൾ ഒരുപാട് പേര് എൻകറേജ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. റൈഡ് ചെയ്യുന്ന നമുക്ക് എൻകറേജ്മെന്റ് കിട്ടുന്നത് വളരെ വളരെ ഒരു മോട്ടിവേഷൻ കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. ഞങ്ങളുടെ റൈഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഞങ്ങളെ എൻകറേജ് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ. ഒരുപാട് പേര് വന്ന് ഞങ്ങളെ എൻകറേജ് ചെയ്തു, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അതിലൊരു കൊച്ചു ചെറുക്കന് വീഡിയോയിൽ വരണമെന്ന ആഗ്രഹം. ഞാൻ അതങ്ങ് സാധിച്ചു കൊടുത്തു. Hi guys, come to Mudhupa Kaktiya Hotel Restaurant. വെരി നൈസ്. ഓക്കെ, ഹാപ്പി. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും അവരെല്ലാം ഫോട്ടോ എടുക്കുന്നത് എന്റെ കൂടെയാണെന്ന്. എന്നാലല്ല, ലോഡഡ് ആയിട്ടുള്ള ബീന്റെ കൂടെയാണ്. ലോഡഡ് ആയിട്ടുള്ള ബി എന്റെ പൊന്നും ഒരു ചാൻസും ഇല്ല. ചെക്കൻ സുന്ദരന. ഒരു 6 മണി കഴിഞ്ഞ് അനന്തപൂർ എന്ന സ്ഥലത്തെത്തി ഒരു റൂം എടുത്തു. 6 മണിക്ക് ശേഷം കഴിയുന്നതും റൈഡ് ചെയ്യാതെ ഇരിക്കുക. കാരണം അതൊട്ടും സേഫ് അല്ല. ഏത് റൈഡിനും സേഫ്റ്റി മുഖ്യം ബിഗിലേ. കഴിക്കാൻ വേണ്ടി റൂമിന് പുറത്തിറങ്ങിയപ്പോൾ ഡിജെയുടെ ഒച്ചപ്പാടും ബഹളവും. എന്താന്ന് പോയി നോക്കുമ്പോഴല്ലേ നവമയുടെ എന്തോ ഒരു പ്രോഗ്രാമാണ്. പക്ഷെ ഫുൾ ഡിജെ വെച്ചിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറച്ചു നേരം അത് കണ്ടു നിന്നു. പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള ടൈം ആയതുകൊണ്ട് കൂടുതലൊന്നും നേരം നിന്നില്ല. പോയി ഫുഡ് കഴിച്ചു. തിരിച്ച് റൂമിൽ വന്ന് നന്നായി റെസ്റ്റ് ചെയ്തു. ഈ എപ്പിസോഡ് മുതൽ നമ്മുടെ എക്സ്പെൻസ് കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് ചിലവായത് 2418 രൂപ. അപ്പോൾ നമ്മുടെ ലഡാക്ക് ട്രിപ്പ് ഇവിടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഫുൾ സീരീസുകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.